പോയിട്ട് വരാം സുഹൃത്തെ. സ്റ്റേഷനിലേക്ക് പോവാ സൈക്കിൾ പിടിച്ചിട്ട്. 600 ഞങ്ങൾ മലയാളി. സാധനം ബണ്ണല്ല ബൺ സോളോ പറഞ്ഞ കട്ട സോളോ തുടങ്ങി. അതാ മയില്. കുറേ നാളുകൾക്ക് ശേഷം ട്രാവൽ വ്ളോഗായിട്ട് ഒരു യാത്ര പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സമയം രാത്രി 11:28, ആഗസ്റ്റ് 8-ാം തീയതി, അല്ല ആഗസ്റ്റ് 9-ാം തീയതി. യാത്ര പോകാൻ പോണത് കുടജാത്രിക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര സൈക്കിളിലാണ്. പൂച്ചപ്പോഴും ഇതാ ഉറങ്ങാതെ കാവലിരിക്കും പുറത്ത്. ഉറങ്ങടെ പോയിട്ട് വരാം സുഹൃത്തെ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ സൈക്കിൾ പിടിച്ചിട്ട്. സൈക്കിൾ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. നല്ല സുഖ. 11:52 റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിലെത്തി. സൈക്കിൾ ലോക്കാക്കി പാർക്ക് ചെയ്ത് വെച്ചു. കുറേ ബൈക്കുകൾ, എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സൈക്കിൾ. ടിക്കറ്റ് എടുത്തു. പ്ലാറ്റ്ഫോം 4-ക്ക് പോവാണ്. എറണാകുളം ഓഖ എക്സ്പ്രസ് 12:30 ആകുമ്പോൾ എത്തുന്നതാണ് ഫൈൻഡ് മൈ ട്രെയിൻ ആപ്പ് കാണിക്കണം. 4 ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറുതല്ല, കുറച്ച് നല്ല തിരക്കുണ്ട്. വേറെ ട്രെയിൻ വരാണ്ടാവുമോ? നമ്മൾ പോണ ട്രെയിനിലാണെങ്കിൽ ആകെ 2 ജനറലുള്ളൂ. തിരക്കതിക്കുള്ളതാണെങ്കിൽ പണി പാളി. നോക്കാം, എന്തായാലും ഉണ്ടാവും. ട്രെയിൻ വന്നു കയറി. ഒരു 1.5 തിരക്ക് എന്ന് പറഞ്ഞാൽ പോരാ, 1.25 തിരക്ക്. എന്നാലും നിൽക്കാനുള്ളൊരു സെറ്റപ്പ് സ്ഥലം കണ്ടുപിടിച്ച് അവിടെ താങ്ങി പിടിച്ച് നിൽക്കാം. ഏകദേശം പുലർച്ചെ 3 മണിയായപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു. അതോടുകൂടി ട്രെയിനിലെ തിരക്കൊക്കെ ഒഴിഞ്ഞു. ഇപ്പോൾ ബസ്സിലെ കണ്ടക്ടർമാർ പറയണ പോലെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. നേരം വെളുത്തു. കർണാടകയിലെ നെൽപ്പാടങ്ങളോ അവിടുത്തെ വശ്യസൗന്ദര്യമായ ഗ്രാമീണ ഭംഗി കണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 7:30 മുന്നേ ട്രെയിന് എത്തുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ അറിയും. നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ. ഇത് ഇങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. എന്താ ബോർഡ് മൂകാംബിക റോഡ് ബൈന്ദൂർ. ഇവിടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. അപ്പോൾ കുടജാത്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പച്ചപ്പും കാടൊക്കെ മനസ്സിൽ ഓർമ്മ വരാം. അതേപോലെ തന്നെ അവിടെ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ ഒരു പറമ്പിക്ക് ഇറങ്ങണ പോലെ. അതായത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ അല്ല റെയിൽവേൻ്റെ ബോഗീൻ്റെ കോച്ചുകളെ നമ്പറൊക്കെ ഈ പറമ്പിൽ ഓരോ കാലായിട്ട് കുത്തിവെച്ചിരിക്കുക. നല്ലൊരു വ്യത്യസ്തമായ അനുഭവം, ഒരു പ്രത്യേക ഫീലാണ് റെയിൽവേ സ്റ്റേഷൻ. അടിപൊളിയായത്, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വന്ന ട്രെയിൻ അതാ ബാക്കിൽ പോകണം. എല്ലാവരും ഇതിൽ ഇറങ്ങണ്ട്. ഇറങ്ങി നോക്കട്ടെ, എന്നിട്ട് പോകേണ്ട അറിയില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ടാക്സിക്കാരെ അടിയാണ്. ആളെ കയറ്റി കൊണ്ടുപോയി. ഫുൾ ടാക്സികൾ. അതിൽ ഇറങ്ങിയിരുന്നു എല്ലാവരും. ടാക്സിക്കാർ കയ്യോടെ പിടിച്ചുകൊണ്ട് അതൊരു കൈക്കുട്ടി. വണ്ടികളെ തിരക്കാണ്. ഇവിടുന്ന് മൂകാംബികയ്ക്ക് പോയിട്ട് അവിടുന്ന് ബസ്സിന് വേണം കുടജാത്രി പോവാൻ. അപ്പോൾ മൂകാംബികയ്ക്ക് ഇവിടുന്ന് വണ്ടിക്ക് എത്ര ചാർജ് എന്ന് ചോദിച്ചോട്ടെ. എത്ര ചാർജ്? എത്ര വണ്ടിക്ക്? 600. എത്ര ആള് പോവും ഒരു വണ്ടിയിൽ? 600 അല്ലേ? എത്ര ആള്? ഞാൻ ഒരാളുള്ളൂ. ഒരാള്? ആ, 4 ഓക്കെ. 600 രൂപ. 30 കിലോമീറ്റർ. ഈ എല്ലാത്തിനും സെയിം അല്ലേ? വണ്ടിക്കും കാറും യൂണിയൻ റേറ്റ് 24 സെയിം റേറ്റ്. ആ, ഇവിടെ ടാക്സി ചെയ്യണം. ഓമിനാണ് 900. അത് 1200. ഇത് 600. അപ്പം അങ്ങനെയൊക്കെയാണ് കണക്കുകൾ. ഓമിനിയാണെന്നുണ്ടെങ്കിൽ 900, ഓട്ടോറിക്ഷ ആണെന്നുണ്ടെങ്കിൽ 600. വേറെ വലിയ വണ്ടി ഉണ്ട്, അതിന് എത്ര 1000 എത്ര പറഞ്ഞു. നമുക്കെന്തായാലും പുറത്തിറങ്ങിയ ബസ് കിട്ടുന്നതാണ് വേറെ ആൾ പറഞ്ഞത്. അപ്പം പുറത്തിറങ്ങി ബസ്സിന് മൂകാംബികയ്ക്ക് പോവാം. അരമണിക്കൂർ യാത്രയുണ്ട്. ഏത് വണ്ടികളൊക്കെ അത് അങ്ങനെ പോകുന്നു. നമ്മൾ നടന്നു പോകുന്നു. നല്ലൊരു മല. ശ്യാമസുന്ദര ഒരു ഒമ്നിക്കാരൻ, അതാ ബേക്കിലുള്ള ഒമ്നിക്കാരൻ പോണയ്ക്കൊക്കെ യാത്രക്കാരെ ചാക്കിട്ട് പിടിക്കുക. 150 റുപ്യ പറഞ്ഞു ഒരാൾ. ബസ്സിന് 55 റുപ്യ ഉള്ളൂ എന്നൊക്കെ വേറെ ആൾ പറഞ്ഞു. അത് മതി, ഈ കാറിൽ പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ വരുന്ന റോഡിന്
ഫസ്റ്റ് ലെഫ്റ്റ് തന്നെ ഉള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടുന്നാണ് ബസ് കിട്ടുമെന്ന് തോന്നുന്നത്. കൊല്ലൂർ ബസ് കുറേ ഉണ്ട്. തന്നെയാണോ അണ്ണൻ? മൂകാംബിക ആ, ഈ മൂകാംബിക പോവാതെ കുടജാദ്രി പോകാൻ പറ്റും? കുടജാദ്രി നേരെ വണ്ടി 8:50. 8 മണിക്ക് ബസ് എടുത്തു. ബൈൻഡൂരിന് മൂകാംബികയ്ക്ക്. കൊല്ലൂരാണ് ടിക്കറ്റ് അടിച്ച് 42 റുപ്യ ഒരാൾക്ക്. മെല്ലെ എപ്പോഴത്തെ അവിടെ വണ്ടി എടുത്തിട്ട് തന്നെ അതിന് വേണ്ടിട്ടാണല്ലോ. ഇവിടെ ടൈമല്ല, വണ്ടി ഫുള്ളാവലാണ് മുഖ്യം തോന്നുന്നു. ബസ് പുറപ്പെട്ടിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ ആവാറായി. ഫുള്ള് ഇവിടുത്തെ കാട്ടുപ്രദേശമാണ്. ഉള്ളിൽ കൂടെ അവിടെ റോഡ്. കുറെ സ്കൂൾ കുട്ടികളെ കയറി ഫുള്ള് തിരക്കായി. ഒരുപാട് ഓരോ ബാഗൊക്കെ തന്നു. അത് ഞങ്ങളെ പഠിപ്പിച്ച മൂകാംബികയ്ക്കും കുടജാത്രിക്കും പോവാൻ ബസ്സിന് വന്നു കഴിഞ്ഞാൽ ബസ് ഇറങ്ങണ ബസ് സ്റ്റാൻഡാണിത്, കൊല്ലൂർ ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് നേരിട്ട് ജീപ്പിനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബസ് കയറി കഴിഞ്ഞാൽ ട്രക്കിംഗ് പോയിന്റിൽ ഇറങ്ങിയിട്ട് ട്രക്ക് ചെയ്തിട്ടോ കുടജാത്രിക്ക് പോവാം. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. കുറച്ച് ബന്നൊക്കെ വാങ്ങി ബാഗിലിട്ട് ഓണയ്ക്ക് തിന്നാൻ. ഇവിടുന്ന് എന്തെങ്കിലും ചായ അടിക്കട്ടെ. സാധനം ഇതെന്താ സാധനം? അരിയ നൈസാ? ചെറിയ മധുരമുള്ള ഒരു സാധനം. രസമുണ്ട് അല്ലേ? കുറച്ച് കനത്തിൽ കുടിക്കാല്ലേ? അതെ. എന്തൊക്കെയാണ്? ചോറോ? വട വേണ്ട, മറ്റേ സാധനല്ലേ? ബണ്ണ്. ബൺസ് ബണ്ണച്ച. ബണ്ണ് ഒരു ഇഡ്ഡലിയും ഒരു ബണ്ണ് പറഞ്ഞേ മാറ്റി ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യ. ഇപ്പൊ 2 ബണ്ണില്ല. ബണ്ണും സാമ്പാറും ചായ. അഡീഷണൽ ഒരു ഇഡ്ഡലിയും. കർണാടകൻ ഇഡ്ഡലി, നല്ല ഇഡ്ഡലി. ബണ്ണ് പൊരിക്കുന്നത്. ബണ്ണല്ല, ബൺ സൂപ്പർ ബൺ. 2 ബണ്ണും ഒരു ചായയും ഒരു ഇഡ്ഡലിയും കഴിച്ചു. 70 റുപ്യ. ഇനി കാരക്കട്ട് ബസ് തപ്പല്ല വന്നോ നോക്കട്ടെ, എന്നിട്ട് വേണം അതിന് പോവാൻ. 9:28 9:45 ആണ് കാരക്കട്ട് ബസ് ഉള്ളതെന്നാണ് ഇവിടുത്തെ ഒരു ചങ്ങായി പറഞ്ഞത്. ഓ കാരക്കട്ട് ബസ് കാർക്കള കുടജാത്രി ವಾಕಿಂಗ್ ಕೊಡಚಾದ್ರಿ ಆಕಾಶ ಕೊಡಚಾದ್ರಿ ವಾಕಿಂಗ್ ಇತ್ತು. ಯಾವ ಟ್ರೆಕ್ಕಿಂಗ್ ಉಂಟಾ ಈಗ? ಜೀಪ್ ಹೋಗುತ್ತಾ? ಟ್ರೆಕ್ಕಿಂಗ್ ಇತ್ತಾ? ಟ್ರೆಕ್ಕಿಂಗ್ ಉಂಟಾ? ಮತ್ತೆ ಜೀಪ್ ബസ് ഇല്ല. കാരക്കട്ട് ചിന്ന ബസ് ഉണ്ടല്ലോ, അത് പോയി. പിന്നെ വരും 15 മിനിറ്റ്. ഒന്ന് പോയില്ലേ? ഞങ്ങൾ മലയാളിയാ? ശരി. ഓഹോ, ഇപ്പൊ മഴയുണ്ട്, വണ്ടി കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. നിങ്ങൾ ഇവിടെ തന്നെ ലോക്കൽ? മലയാളം അറിയാം. മലയാളിയാണ് ശരിക്കും? തലശ്ശേരി, കണ്ണൂര്. ശരി. നിങ്ങളെ ഇവിടുത്തെ കർണാടക റെയിൽവേ സ്റ്റേഷൻ ബൈന്ദൂർ റെയിൽവേ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 35 കിലോമീറ്റർ. 40. അട്ട കയറാതെക്കാൻ ഒന്നുകിൽ ഉപ്പ് അല്ലെങ്കിൽ ഡെറ്റോള്. ഡെറ്റോൾ ആദ്യം തേക്കണോ അതോ അട്ട വന്നിട്ട് തേച്ചാ മതി? ഡെറ്റോള് അത് വേഗം തേച്ചാ പോവും, അവിടെ തന്നെ ഉണ്ടാവും. ഡ്രൈ ആവുമ്പോ പിന്നെ ഡ്രൈ ആകുമ്പോ പിന്നെയും വരും.
അട്ട വരുമ്പോ തേക്കുക ഡെറ്റോള് വാങ്ങിയേക്കല്ലേ? ആ അതന്നെ കുഴപ്പമില്ല പ്രശ്നം. ആ അപ്പൊ കയറില്ല പെട്രോള് ആ കടിക്കില്ല. സാഗർ ഷിമോഗ നേവി 6-ാം നമ്പർ ഇതിന്റെ അവിടെ വരും കാരക്കത്തേക്ക് പോണ ബസ്. ആ ബസ്സിന് കയറി കഴിഞ്ഞാൽ എവിടെ പോവാ? കുടജാത്രി പോയിട്ട് ട്രക്ക് ചെയ്യാം. 6-ാം നമ്പറിന്റെ അവിടെ ഒരു ബസ് വന്നിക്കണ്. ഇത് കാരക്കട്ടനെയാണ് തോന്നുന്നുണ്ട്. ചോദിച്ചോട്ടെ. ആ കാരക്കട്ട് കുടജാത്രി ബാക്കി ट्रैकिंग नहीं 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 है? ट्रैकिंग नहीं ಓನ್ಲಿ ಜೀಪ್ ಟ್ರಕ್ಕಲ್ ಬಿಡ್ತಲ್ಲ ಎಲ್ಲ ಕ್ಲೋಸ್ ಮಾಡಿದ್ದಾರೆ. ನಾವು ಲಿಟರಲ್ ಇಲ್ಲಿ ಇದು ಇವರು ಇರ್ತಲ್ಲ ಇಲ್ಲಿ ನಮ್ಮ ಸಂತೋಷ್ ಹೋಟ್ಲಿಂದ ಹೋಗ್ಬೋದು. ಅಲ್ಲಿ ಹೋಗಿ ಅಲ್ಲೇ ವಾಪಸ್ ಬರ್ಲಿ. ನಡ್ಕೊಂಡು ಹೋಗ್ಬೋದಾ? ನಡ್ಕೊಂಡು ಹೋಗಿ ಅಲ್ಲೇ ವಾಪಸ್ ಬರ್ಲಿ. ಅಲ್ಲೇ ಹೋಗಿ ಹಂಗೆ ಬರ್ಬೇಕು. ಹೌದಾ? ಸಂತೋಷ್ ಹೋಟ್ಲಿಂದ ಹೋಗಿ ಸಂತೋಷ್ ಹೋಟ್ಲಿಂದ ಬರ್ಬೇಕು. ಮತ್ತೆ ಬೇರೆ ಆ ಕಡೆಯಿಂದ ಬರಂಗಿಲ್ಲ. ಮತ್ತೆ ಕಾರ್ಯಗಟ್ಟ ಎಲ್ಲ ಬಂದ್ ಮಾಡಿದಾರೆ ಅಂತ ಅದಕ್ಕೆ. ಕಾರ್ಯಕಟ್ಟ ಅಲ್ಲ, ಕಾರ್ಯಕಟ್ಟದ ಮೇಲೆ ಹೋಗತ್ತಿಲ್ಲ. ಆ ಸಂತೋಷ್ ಹೋಟ್ಲ್ ಇಸ್ಕಾನ್ ಟೆಂಪಲ್ ಇಟ್ಕೊಂಡು ಅಲ್ಲಿಂದ ಹೋಗಿ ಹಂಗೆ ಬರ್ಬೇಕು. ಹಿಂಗೆ ಬರ್ಬೋದಾ? ಹಂಗೆ ಹೋಗಿ ಹಂಗೆ ಬರ್ಬೋದು. ಯಾಕಂದ್ರೆ ಇಡ್ಲು ಮನೆ ಬಂದ್ ಮಾಡಿದ್ದಾರೆ. ಇಡ್ಲು ಮನೆ ಬಂದ ಇದೆ ಎಲ್ಲ ಬಂದ್ ಮಾಡಿದ್ದಾರೆ. ലൊക്കേഷൻ ಸಂತೋಷ್ ಹೋಟ್ಲ್ ಮಾಲೂಮ್ ನೀವು ಬಹುತ್ ಬಾರಿಶ್ ತಾನಾ? ബാരിഷ്. ആ അപ്പോൾ ഇതാണ് നമ്മൾ പോണ ബസ്. ട്രക്ക് ചെയ്യാൻ കാരക്കട്ട് ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അപ്പുറത്ത് വേറൊരു ട്രക്കിംഗ് പോയിൻ്റ് ഉണ്ട്, സന്തോഷ് ഹോട്ടലിൻ്റെ അടുത്ത്, മലയാളീസിൻ്റെ ഹോട്ടലാണ്. അവിടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ. അങ്ങനെയാണ് ഇപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കൊല്ലൂർ ടു ഗുരുട്ടെ ഇതാണ് ടിക്കറ്റ്. ഞാൻ കയറിയ ബസ് ഒരു 10:10 കഴിഞ്ഞ് എടുത്തപ്പോ 35 രൂപയാണ്. ഇറങ്ങേണ്ട സ്ഥലം ഏതാണെന്ന് അറിയില്ല. ഏട്ടനോട് പറയാം സ്ഥലം ഒന്ന് പറയാം. എന്നാ ഗുരുട്ടെ എത്തുമെന്ന് പറയൂ. ഇപ്പോൾ സന്തോഷ് ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് എത്തി. ഏട്ടൻ ടാറ്റ കൊടുത്തു. ബസ് ഇറങ്ങി. ഇവിടെ എവിടെ? അതാണ് സന്തോഷ് ഹോട്ടൽ, കേരള ഹോട്ടൽ. ഇതിലെ നടന്ന് കയറാന് 5 ആ ചോദിച്ചിട്ട് കയറാല്ലേ? ഇവിടെ അത് എന്താ ഈ ഒരു കട കഴിഞ്ഞാൽ പിന്നെ വേറെ കട അങ്ങനൊന്നും ഇല്ലല്ലോ? ഇതല്ലേ ഉള്ളൂ? ആ ഇതാ ഈ കട എപ്പോഴാണ് അടയ്ക്കുക? 9 മണി. ഒരു കാര്യം ചോദിക്കട്ടെ, വൈകുന്നേരം ഇനി ഇവിടുന്ന് കൊല്ലൂർക്ക് എപ്പോഴൊക്കെ ബസ് ഉണ്ട്? അതായത് ഒരു 6 മണി ആ സമയം 6:15 ഈ ബസ് തിരിച്ചു വരും. ആ അപ്പോൾ അതിന് കൊല്ലൂർ പോവാം അല്ലേ? ശരി, ഒറ്റയ്ക്കേ ഉള്ളൂ. പോയി തരാം. കൊല്ലൂരിൽ നിന്ന് ശിവമോഗ ബസ് കയറി കഴിഞ്ഞാൽ 2 സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഈ കുടജാത്രിക്ക് ട്രക്ക് ചെയ്ത് കയറാം. ഒന്ന് ആദ്യമുള്ള സ്ഥലമാണ് കാരക്കട്ടെ, അവിടെ ഇറങ്ങിയിട്ട് കയറാം. രണ്ടാമതുള്ളത് ഈ സന്തോഷ് ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് ഗുരുട്ടെ, അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുനിന്നും ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് എത്താനുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ അങ്ങോട്ടപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ ഗുരുട്ടയിൽ. ഈ സന്തോഷ് പറഞ്ഞ മലയാളികളുടെ കടയാണ്. ആരുമില്ല, ശാന്തം. സോളോ പറഞ്ഞ കട്ട സോളോ. ഒരു മനുഷ്യക്കുട്ടി പോലും എവിടെയില്ല. പീസ് ആൻഡ് ഹാപ്പിനെസ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കാൻ ഒരു പ്രശ്നമില്ല. സൈഡിൽ നിന്ന് പുഴ ഒഴുകണേൻ്റെ കളകള ആരവം ശബ്ദം കേൾക്കാം. പുഴ എന്ന് പറയാൻ പറ്റുമോ? പറയാം. എന്താ പറയുക, എന്തൊരു ശാന്തതയാണ്. പുറത്തുനിന്നുള്ള ഒരു ശബ്ദമല്ല. അപ്പോൾ ശരിക്കും നേച്ചറിൻ്റെ ശബ്ദങ്ങൾ മാത്രം. അതാ ഒരു വണ്ടി വന്നു. ഓ പോയിക്കോളേ. ആരുമില്ല, എന്തിനാ ഞങ്ങൾ ഓണടിക്കുന്നു. ഇതൊക്കെയാണ് ട്രക്കിങ്ങിനുള്ള ഫീ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുടജാത്രി ബൈ വെഹിക്കിൾ, കുടജാത്രി ബൈ ട്രക്കിങ്, കട്ടിനഹോള് 400. ട്രക്കിംഗ് ടു കുടജാത്രി അലോങ് വിത്ത് എൻട്രി ഫീ. ട്രക്കിംഗ് ഫീ ഈസ് ഓൾസോ അപ്ലിക്കബിൾ. എൻട്രി ഫീയും ട്രക്കിംഗ് ഫീയും കൊടുക്കണം. ട്രക്കിംഗ് ഫീ എത്രയാണ്? അതിനെന്താ ഫൈനൊക്കെ ഉണ്ട് ലേറ്റ് ആയി കഴിഞ്ഞു. സമയം 10:58. ട്രക്കിങ് തുടങ്ങുകയാണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ കാൽനട യാത്ര തുടങ്ങിയിരിക്കുക. അതാ മയിൽ പറന്നുപോയി. 3-4 പൈക്കൾ നടന്നു വരുന്നുണ്ട്.